ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, അതേസമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിപ്പി. എന്താണെന്നല്ലേ? ഇഞ്ചി പച്ചടി. നമ്മൾ സദ്യക്ക് ഇഞ്ചി കൊണ്ടുള്ള ഇഞ്ചിക്കറി ഉണ്ടാവാറുണ്ട്, അതുപോലെ ഇഞ്ചിമ്പുളി ഉണ്ടാവാറുണ്ട്. ഇഞ്ചി നല്ലതുപോലെ ചതച്ചിട്ട് നമ്മൾ തൈര് വെക്കാറുണ്ട്, അല്ലെങ്കിൽ പച്ചമോര് ഉണ്ടാക്കാറുണ്ട്. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ സദ്യനെ മൊത്തം ഒന്ന് ബാലൻസ് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇഞ്ചിയും തൈരും കൂടെ ചേർത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ഇഞ്ചി പച്ചടി ഉണ്ടാക്കിയാലോ? അപ്പൊ വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ നമുക്ക് ഇന്ന് സദ്യയിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാം. വളരെ സിമ്പിൾ ആണെങ്കിലും സദ്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അതേസമയം എന്താ പറയാ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് സദ്യയിൽ ഇഞ്ചി കൊണ്ടുള്ള ഒന്നോ രണ്ടോ വിഭവങ്ങൾ കാണും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു സുഗമമായ ഡൈജഷനും അതല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇഞ്ചിക്കറി ഉണ്ടായിരിക്കും, അതുപോലെ ഇഞ്ചി തൈര് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഞ്ചി നല്ലോണം ചതച്ചിട്ട മോരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഞ്ചി പച്ചടി ഉണ്ടായിരിക്കും. അങ്ങനെ ഇഞ്ചി കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇഞ്ചി പച്ചടിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1-2 വലിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാലും മതി. പക്ഷെ നമ്മൾ ഇഞ്ചി കടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിനുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി പേസ്റ്റ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 പച്ചമുളക്. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കുന്ന ഇഞ്ചി പച്ചടിയുടെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ച് എടുക്കുന്ന പച്ചമുളകിന്റെ എരിവിനനുസരിച്ചൊക്കെ മാറ്റം വരുത്തേണ്ടതാണ്. ഇത് നമുക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ടത് 4 ചുമന്നുള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. ചുമന്നുള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല കട്ട തൈര്. ഒരുപാട് പുളി വേണ്ട, എന്നാൽ തീരെ പുളി ഇല്ലാത്തതും ആവാൻ പാടില്ല. അങ്ങനെയുള്ള നല്ല കട്ട തൈര് നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്ത ആ ഒരു കട്ടകൾ, ആ ഒരു തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല കട്ടയായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരല്പം കടുക് വേണം, 3-4 വറ്റൽമുളക് വേണം, അതുപോലെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. മറ്റു പച്ചടികളുടെ പോലെ തേങ്ങയരപ്പോ അതല്ലെങ്കിൽ ജീരകവും കടുക് അരച്ചതും ഒന്നും ഇതിനാവശ്യമില്ല. അപ്പൊ നമുക്കിനി പച്ചടി തയ്യാറാക്കിയാലോ? ഇഞ്ചി പച്ചടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി അരച്ച് വെച്ചത് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലൊരു വെള്ളമയൊക്കെ ഒന്ന് പോയി അതിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറി നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ. ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മൾ പേസ്റ്റ് അല്ല ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഇഞ്ചിയിലുള്ള ആ ഒരു വെള്ളമയൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തൈര് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. അല്ലെങ്കിൽ ഒരു പച്ചക്കുത്ത് വരുമ്പോൾ പലർക്കും ഇത് കഴിക്കാനായിട്ട് അത്ര താല്പര്യം കാണില്ല. അപ്പം അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ, നല്ലതുപോലെ ഒന്ന് മൂത്തോട്ടെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്നിട്ട് തന്നെ ബാക്കി അതിൻ്റെ ആ ഒരു മുരിച്ചിലൊക്കെ ആയിക്കോളും. ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എന്നാൽ അതേസമയം ഒന്ന് ആ ഇഞ്ചി ഒന്ന് പൊരിഞ്ഞ് വേണം. അപ്പോൾ ഈ ഒരു ചൂടിന് അതായിക്കോളും.
നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ട തൈര് നമ്മൾ ഉടച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും. കഴിക്കുമ്പോഴായാലും നമ്മൾ എടുത്ത് കളയൊന്നുമില്ല, ഇഞ്ചിയൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അതേസമയം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിൽ ഇഞ്ചി പേസ്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ കുട്ടികളും സിമ്പിളായിട്ട് കഴിച്ചോളും. നമ്മളതിൽ കഷ്ണങ്ങളൊന്നും കടിക്കാൻ വരാത്തത് കൊണ്ട് തന്നെ സുഖമായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ആയിട്ടുള്ള ഓണസദ്യയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.